ഇക്കഴിഞ്ഞ 2 ദിവസങ്ങളായി കേരളത്തിലെ ക്രൈസ്തവ സമൂഹം വളരെയേറെ ആശങ്കയും ഉത്കണ്ഠയും പ്രകടിപ്പിക്കുന്ന ഒരു വിഷയമാണ് ശ്രീ ജസ്റ്റിസ് JB കമ്മീഷൻ റിപ്പോർട്ട്. ചരിത്ര പ്രാധാന്യമുള്ള ഒരു കമ്മീഷൻ എന്ന രീതിയിലായിരുന്നു അതിന്റെ രൂപീകരണം. ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന JB കോശിയെ റിട്ടയർ ചെയ്തതിനു ശേഷം ക്രൈസ്തവ സമൂഹത്തിന് വിദ്യാഭ്യാസ തൊഴിൽ സംവരണത്തിൽ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ നിലവിലുള്ളതായിട്ടുള്ള സംവരണത്തിന്റെ തോത് വർദ്ധിപ്പിക്കണമോ, ക്രൈസ്തവ സമുദായത്തിൽ തന്നെ പിന്നാക്കാവസ്ഥയിലുള്ള പരിവർത്തിത ക്രൈസ്തവരുൾപ്പെടെയുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസ തൊഴിൽ രംഗങ്ങളിൽ കൂടുതലായി സംവരണം നൽകേണ്ടതുണ്ടോ എന്നതിനെ കുറിച്ചൊക്കെ സമഗ്രമായി പഠിച്ച് റിപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യമായ പിണറായി സർക്കാർ ഈ ജസ്റ്റിസ് JB കമ്മീഷൻ എന്ന രീതിയിൽ ഒരു അന്വേഷണ കമ്മീഷനെ നിയമിച്ചത്. 3 വർഷമായി ഈ കമ്മീഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം 2023 മെയ് മാസത്തിൽ ആ കമ്മീഷൻ അതിന്റെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. ഏതാണ്ട് 3 വർഷം പൂർത്തിയാകാൻ പോവുകയാണ്. ആ റിപ്പോർട്ടിന്റെ ശുപാർശകൾ എന്താണെന്നോ അതിന്റെ നിർദ്ദേശങ്ങൾ എന്താണെന്നുള്ളതോ ഇന്ന് വരെ ആരും തന്നെ പൊതുസമൂഹത്തിൽ അറിഞ്ഞിട്ടില്ല. ക്രൈസ്തവ സഭാ നേതാക്കന്മാർക്ക് അറിഞ്ഞൂടാ, ക്രൈസ്തവ സമുദായത്തിലുള്ള ആളുകൾക്ക് അറിഞ്ഞൂടാ, ആർക്കും തന്നെ അറിഞ്ഞൂടാ. ക്രൈസ്തവ സമുദായത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടാണ്. എന്ത് വേണം ഈ സമുദായത്തിലുള്ള അസന്തുലിതാവസ്ഥ അവസാനിപ്പിക്കേണ്ടത് എന്ന ഒരു വലിയ വിഷയമാണ് ഈ കമ്മീഷനിൽ കൂടെ അന്വേഷണത്തിൽ കണ്ടെത്താൻ ശ്രമിച്ചത്. അപ്പോൾ അവർ കാതലായിട്ടുള്ള ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഏതാണ്ട് 284 നിർദ്ദേശങ്ങളും 45 ഉപനിർദ്ദേശങ്ങളും ഈ റിപ്പോർട്ടിനകത്ത് ഉൾപ്പെടുത്തി സർക്കാരിന് ഈ കഴിഞ്ഞ 2023 കൊടുത്തു. ഈ റിപ്പോർട്ടിലെ ശുപാർശകൾ എന്താണെന്ന് അറിയാൻ വേണ്ടി പല ആളുകളും വിവരാവകാശ കമ്മീഷനിലൂടെ ശ്രമിച്ചിട്ട് പോലും അതിന്റെ ഉള്ളടക്കം അവർ പുറത്തുവിട്ടില്ല. എന്നാൽ ഇപ്പോൾ അത്ഭുതകരമെന്ന് പറയട്ടെ, 2 ദിവസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, ഈ 284 ശുപാർശകൾ 220 ശുപാർശകളും നടപ്പാക്കി കഴിഞ്ഞു. ഇത് കേട്ടപ്പോൾ ക്രൈസ്തവ സമുദായം തന്നെ ഞെട്ടിയിരിക്കുകയാണ്. അവര് പോലും അറിഞ്ഞില്ല ഏതൊക്കെ ശുപാർശയാണ് നടപ്പാക്കിയെന്നും എന്തൊക്കെ ശുപാർശയാണ് ജസ്റ്റിസ് JB കോശി കമ്മീഷനിൽ ഉണ്ടായിരുന്നതെന്നും. വളരെ വിചിത്രമാണ്. ഇത് അക്ഷരാർത്ഥത്തിൽ ക്രൈസ്തവ സമൂഹത്തെ പറ്റിക്കാൻ വേണ്ടി, കബളിപ്പിക്കാൻ വേണ്ടിയാണ് ഈ തരം പ്രസ്താവനകൾ നടത്തിയത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ശ്രീ ഷോൺ ജോർജ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ റിപ്പോർട്ട് പുറത്താക്കണം. ഈ റിപ്പോർട്ടിന്റെ ശുപാർശകൾ എന്താണെന്ന് പൊതുസമൂഹത്തെ, ക്രൈസ്തവ സമൂഹത്തെ പ്രത്യേകിച്ചും അറിയിക്കണം. അതിലേതെല്ലാം ശുപാർശകൾ നടപ്പാക്കിയിട്ടുള്ളതുള്ളത് വ്യക്തമാക്കണം എന്ന് BJP ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ക്രൈസ്തവ സമുദായ നേതാക്കന്മാരൊക്കെ പലവട്ടമൊക്കെ ഇങ്ങനെ പറഞ്ഞെങ്കിലും അവരിന്നും ആർജവത്തോടുകൂടി ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണെന്ന് അറിയാൻ ശ്രമിച്ചിട്ടില്ല. അവർ പോലും അത്ഭുതപ്പെടുകയാണ് എന്തെല്ലാം ശുപാർശകളാണ് കിട്ടിയത്, നടപ്പാക്കിയത്. ഇതുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിലുള്ള ആളുകൾക്ക് ആർക്കെല്ലാം ഇതിന്റെ പ്രയോജനം ലഭിച്ചു, വിദ്യാർത്ഥി പ്രവേശനത്തിൽ, ജോലിയുടെ സംവരണത്തിലൊക്കെ ഈ പരിവർത്തിത ക്രൈസ്തവർക്കൊക്കെ വല്ലതും കിട്ടിയിട്ടുണ്ടോ എന്നൊന്നൊക്കെയാണ് അന്വേഷിക്കാൻ പോലും അവർക്ക് കഴിയാതിരിക്കുകയാണ്. കാരണം നടപ്പാക്കിയ ശുപാർശകളുടെ ഗുണഭോക്താക്കളായി ആരെയും മഷിയിട്ട് നോക്കിയിട്ട് പോലും കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ ഈ സമുദായ നേതാക്കന്മാരുടെ ഉദാസീനത ഒരു പ്രധാന ഘടകമാണ്. അവരൊക്കെ ഈ കേക്കും വൈനുമായി ക്രിസ്മസ് വരുമ്പോൾ നേതാക്കന്മാരുടെ പടിക്കൽ പോയി അവരെ കാത്തുനിന്ന് അവർക്ക് വൈനും ക്രിസ്മസും കേക്കും ഒക്കെ കൊടുക്കുന്ന ഒരു സമ്പ്രദായത്തിലാണ് ഇപ്പോൾ സമുദായ ക്രൈസ്തവ നേതാക്കന്മാർ പറയുന്നത്. പിന്നെ അതുപോലെ വലിയ വിരുന്നുകൾ സംഘടിപ്പിക്കുകയാണ്. ഈ അടുത്ത സമയത്താണ് ഒരു സഭ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ രാഷ്ട്രീയ നേതാക്കന്മാരെ, മന്ത്രിമാരെയും മറ്റ് സമുദായത്തിലെ നേതാക്കന്മാരെയൊക്കെ വിളിച്ചുകൂട്ടി ഒരു വിരുന്ന് സംഘടിപ്പിച്ചു. ഈ വിരുന്നിനൊക്കെയുള്ള പണം, പാവപ്പെട്ട വിശ്വാസികളുടെ പണം, അവർ നേർച്ചയായിട്ട് ദേവാലയങ്ങളിൽ അർപ്പിക്കുന്ന പണം എടുത്തുകൊണ്ടാണ് ഈ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ ഈ സഭാ മേലധ്യക്ഷന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാരെയും മറ്റ് സമുദായത്തിലെ നേതാക്കന്മാരെയും ഒക്കെ എടുത്തി വിരുന്ന് കൊടുക്കുന്നത്. കഷ്ടമാണ്. ഇവിടെ പാവപ്പെട്ട അനേകം ക്രൈസ്തവർ ആനുകൂല്യങ്ങൾ ഒന്നും ലഭിക്കാതെ ദുരിതം അനുഭവിക്കുന്നുണ്ട്, പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്.
അതൊന്നും ഈ സഭാപിതാക്കന്മാർക്ക് വലിയ പ്രശ്നമല്ല. അവരെന്തുകൊണ്ട് ആർജവത്തോടുകൂടി ഈ ജസ്റ്റിസ് JB കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് പറയണം? അതിലെ ശുപാർശകൾ എന്താണെന്ന് വെളിപ്പെടുത്തണം. ആ ശുപാർശകൾ ഏതൊക്കെയാണ് നടപ്പാക്കിയത്, അതിന്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്, എന്തെല്ലാം ഗുണം കിട്ടിയെന്ന് അന്വേഷിക്കാനെങ്കിലും ഉള്ള ഒരു സാമാന്യ ആർജവം ഈ സഭാ നേതാക്കൾക്ക് ഉണ്ടാകണമെന്നാണ് ഇത്തരണത്തിൽ പറയുന്നത്. അതിനുവേണ്ടി ഇപ്പൊ BJP ആണ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഈ ക്രൈസ്തവ സമൂഹത്തെ ആകെ കൂടെ കബളിപ്പിക്കുന്ന രീതിയിൽ 10 വോട്ട് കിട്ടുമോ എന്ന് നോക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ JB കമ്മീഷൻ ശുപാർശ നടപ്പാക്കിയെന്നും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. ശുദ്ധ അസംബന്ധവും പച്ച നുണയുമാണ്. അല്ലെങ്കിൽ കൃത്യമായി പറയണം ഈ റിപ്പോർട്ടിലെ ശുപാർശകൾ എന്താണെന്നും അതിലെത്ര ഏതെല്ലാം നടപ്പാക്കിയിട്ടുണ്ടെന്നും അതിന്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണെന്നും. അല്ലാതെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സമൂഹം വേണ്ട രീതിയിൽ LDFനെ സഹായിച്ചില്ല എന്നതിന്റെ പ്രതികാരം പരോക്ഷമായി വീട്ടുകയും അതോടൊപ്പം തന്നെ അവരുടെ എങ്ങനെയെങ്കിലും കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി ഇതുപോലെ ചില പൊടിക്കൈകളൊക്കെ പ്രയോഗിച്ച് കള്ളം പറഞ്ഞ് സമുദായത്തെ കബളിപ്പിക്കാമെന്നും തെറ്റിദ്ധരിപ്പിക്കാമെന്നും വിചാരിക്കുന്നത് വളരെ വില കുറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ്. അത് ഇനിയെങ്കിലും സമുദായ നേതാക്കന്മാർ തിരിച്ചറിഞ്ഞുകൊണ്ട് കുറെ കൂടെ നട്ടലോടുകൂടി ഈ ശുപാർശകൾ എന്താണെന്ന് അറിയുന്നതിനും ആ ശുപാർശകൾ ഏതൊക്കെ നടപ്പാക്കിയെന്നും അതിന്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണെന്നും കണ്ടെത്താൻ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒരു തട്ടിപ്പായി തന്നെ ഇത് കാണണം. അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ ഇത് വ്യക്തമാക്കണം. താഴെ പറയുന്ന ശുപാർശകൾ നടപ്പാക്കി, ഇനി നടപ്പാക്കാനുള്ളത് ഞങ്ങൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ നിയമപരമായ തടസ്സങ്ങളൊക്കെ നീക്കുമെന്നൊക്കെ അക്കമിട്ട് പറയാനുള്ള തന്റെ ഇടം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാണിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ സമുദായ നേതാക്കന്മാർ അവിഹിതമായി ഒന്നും നേടാൻ ശ്രമിക്കാതെ യഥാർത്ഥത്തിൽ ഈ ശുപാർശ എന്താണെന്നും അത് പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുന്നത് ഏതൊക്കെയാണെന്നും നടപ്പാക്കിയത് ഏതാണെന്നും ഒക്കെ കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തണമെന്നാണ് ഈ സമയത്ത് പറയാനായിട്ടുള്ളത്.